സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഫ്കോ ഏത് രാജ്യത്താണ് ആദ്യത്തെ വിദേശ നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ബ്രസീൽ. ഗ്വാഡ നെഗറ്റീവ് എന്ന് പേരിട്ടിരിക്കുന്ന ലോകത്തിലെ 48ാമത്തെ രക്തഗ്രൂപ്പ് സിസ്റ്റം അടുത്തിടെ കണ്ടെത്തിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞനാണ്? ഫ്രാൻസ്. 2025 ജൂണിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച നവ്യ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്ത്? കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? 115. 2026 ആദ്യമായി അഖിലേന്ത്യാ ഗാർഹിക വരുമാന സർവേ നടത്തുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രാലയം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അയർലൻഡിൽ നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ബോംബാക്രമണത്തിന്റെ 40ാം വാർഷിക അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈസ്റ്റേൺ യുപിയിലെ പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി 2025 ജൂണിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത എക്സ്പ്രസ് വേ ഏത്? ഗോരഖ്പൂർ ലിങ്ക് എക്സ്പ്രസ് വേ. ഉല്ലാസ് സ്കീമിന് കീഴിൽ പൂർണ്ണ പ്രവർത്തന സാക്ഷരത കൈവരിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായി അടുത്തിടെ മാറിയ സംസ്ഥാനം ത്രിപുര. 2025 ജൂണിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുൻപ് UPSC പുതുതായി ആരംഭിച്ച പ്രതിഭ സേതു പ്ലാറ്റ്ഫോം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പബ്ലിക് ഡിസ്ക്ലോഷർ സ്കീം. ചെറുകിട ധനകാര്യ ബാങ്കുകൾക്കുള്ള മുൻഗണനാ മേഖലാ വായ്പാ ലക്ഷ്യങ്ങളിൽ FY26 മുതൽ RBI എന്ത് മാറ്റമാണ് പ്രഖ്യാപിച്ചത്? 75% നിന്ന് 60% കുറച്ചു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.